ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിലോ ആ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അതായത് വിവേകുമായിട്ട് തൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താം, ഞാൻ അതിന് സമ്മതം മൂളുക തന്നെയാണ് വേണ്ടത്, എന്നാലാണ് ഞങ്ങളുടെ ജീവിതം നല്ല സന്തോഷകരമാവുള്ളൂ എന്ന് വർഷയ്ക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് വർഷ വീണ്ടും ഒരു കാര്യം കൂടി ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന ദേവി എനിക്ക് കാണിച്ചു തരണം, വിവേകുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്നുള്ള രീതിയിൽ. ആ സമയത്ത് അഭി വരുന്നുണ്ട് കേട്ടോ. അഭി വരുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അഞ്ജു പറഞ്ഞ കാര്യത്തിൽ ശിവയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അഞ്ജുവിനെ. പക്ഷെ ഞാൻ ഒരിക്കലും നിൽക്കില്ല, കാരണം താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞിനെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. വിവേകാണെങ്കിലോ വർഷ പറയുന്നുണ്ട്, വിവേകാണെങ്കിൽ സ്വന്തം അച്ഛനെ പോലെയാണ് മോളെ നോക്കുന്നത്. വിവേക് ഒരിക്കലും അച്ഛൻ തിരിച്ച് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പോഴത്തേനും പിന്നെന്തിനാണോ താൻ വിഷമിക്കുന്നത്? കാരണം ഇങ്ങനത്തെ ഒരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമല്ലേ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അത് സത്യം തന്നെയാണ്. എന്തായാലും ഇനി എൻഗേജ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലടോ, നേരെ കല്യാണം അങ്ങ് നടത്തിയാലോ. എന്തായാലും എൻഗേജ്മെൻറ്റും കല്യാണം എല്ലാം തന്നെ നമുക്ക് നടത്തണം. എന്തായാലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിൽ അഭി പറയുന്നുണ്ട്. തനിക്കൊരു സദ്യ തരാതെയൊന്നും ഞങ്ങൾ കല്യാണം കഴിക്കില്ല എന്ന രീതിയിൽ വർഷയും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേനും നമ്മുടെ വർഷ വീണ്ടും ചിന്തിക്കുകയാണ്, ദേവി ഒരു നിമിത്തം പോലെയാണോ പാപ്പി പറഞ്ഞ കാര്യം ശരിയാക്കിയത് എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും തന്നെ അഞ്ജു രാഹുലിനെ വിളിച്ചിട്ട് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. വർഷയുടെയും വിവേകിൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടിയാണ്. മോൾ എത്ര കാലം ഇവർക്ക് നോക്കാൻ സാധിക്കും? ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇവർക്കൊരു കുഞ്ഞായാൽ എന്ത് ചെയ്യും? മാത്രമല്ല ആ അർച്ചക്കുട്ടിയുടെ അച്ഛൻ എപ്പോഴാണ് ജയിലിൽ നിന്ന് തിരിച്ചു വരിക എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് നൽകി മാഡം നോക്കിക്കോളും എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ആ സമയത്ത് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, തൻ്റെ തീരുമാനമൊക്കെ നല്ലതാണ്, പക്ഷേ കുറച്ച് ധൃതി എടുത്തു. കാരണം വിവേകിൻ്റെ സമ്മതം കൂടാതെയാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിൽ കുറച്ച് എനിക്ക് പരിഭവം ഉണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാവി തന്നെയാണ്, പക്ഷേ അവരുടെ അനുവാദം കൂടി ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വിളിക്കാം, ട്രാവൽസിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ടെന്ന് പറയുന്നു. പിറ്റേ ദിവസം വർഷയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് വിവേക് മോളെ കൊണ്ടുപോയി ആക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നും അച്ഛനും മോളും കൂടി ഉച്ചയ്ക്ക് തന്നെ തിരിച്ച് വരാതിരിക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് ഇന്ന് അങ്ങനെ ചെയ്യില്ല, പക്ഷേ മോളുടെ മുഖം കണ്ടിട്ട് വിഷമമായി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്തായാലും വൈകുന്നേരം മോളെ കൊണ്ടുവരുള്ളൂ, വിവേക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഭദ്രകാളിയായിട്ട് വിവേകിനുള്ള പണി തരുമെന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ, പിന്നെയും താൻ എന്തായി മമ്മി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചോ? ഞാൻ തീരുമാനിച്ചു, വൈകുന്നേരം വന്നിട്ട് പറയാം. അതെന്താടോ ഇപ്പോൾ പറഞ്ഞ എന്താ പ്രശ്നം? ഇപ്പോൾ പറയാൻ മടിയാവുന്നുണ്ടോ? അതായത് കുറച്ച് വൈകുന്നേരം ആവട്ടെ എന്നിട്ട് പറയാം. താൻ പറഞ്ഞിട്ട് പോയാൽ മതി, എനിക്കൊരു സമാധാനക്കേട്. എന്നാൽ പിന്നെ കേട്ടോ, താനുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് പിന്നീട് എന്താ പിന്നെ ചിന്തിക്കാനുള്ളത്? ഒന്നുമില്ല, എന്തായാലും വൈകുന്നേരം വന്നിട്ട് ആൻറ്റിയോട് നേരിട്ട് തന്നെ ഞാൻ കാര്യം പറയാമെന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ നിമിത്തമായത് അഭിയാണ്. അവളെ വിളിച്ചിട്ട് ഒരു താങ്ക്സ് പറയാം. ആ സമയത്ത് അബിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ അബി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. ഞാനല്ലെങ്കിലും എല്ലാത്തിനും ഒരു തിരി കൊളുത്തി കഴിഞ്ഞാൽ അതെന്തായാലും ഗംഭീരമാവും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അതിന് സംഭവിച്ചത് എന്തായാലും അബി ഈ പറഞ്ഞ കാര്യം അബി മാത്രം അറിഞ്ഞാൽ മതി. വൈകുന്നേരം വർഷ തുറന്ന് പറയുന്ന സമയത്ത് അപ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നു. വർഷ പറയുന്ന സമയത്തല്ലേ ഞാനപ്പോൾ അറിയാത്ത പോലെ നിന്നോളാം എന്ന് പറയുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. എന്തായാലും സന്തോഷമാവട്ടെ എന്ന് പറയുന്നുണ്ട്. അഭി ചിന്തിക്കുന്നത് വിവേകേട്ടൻ്റെ വർഷയുടെയും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെയും ശ്രീനാഥിൻ്റെയും കല്യാണം നടക്കും. അത് വിവേകും വർഷയും കൂടി നടത്തി തരും, അതാണ് സന്തോഷം. പിന്നീട് വസുന്ധരയും അതുപോലെ തന്നെ ധനപാലനെയും കാണിക്കും. ധനപാലനെ സന്തോഷത്തോടുകൂടി വിവേക് പറഞ്ഞ കാര്യം ഓർത്തിട്ട് വസുന്ധരയോട് ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമുണ്ട് വസു, കാരണം എന്താണെന്നറിയോ, വർഷമോൾ വിവാഹത്തിന് സമ്മതിച്ചു, വിവേക് പറഞ്ഞതാണ്. എന്തായാലും എല്ലാവരും മയക്കിയെടുക്കാൻ അവൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. എന്നെ അവൾ എന്തായാലും മയക്കിയെടുത്ത് കണ്ടില്ലേ. ആ ആർച്ചക്കുട്ടിയെ എനിക്കിഷ്ടമായിരുന്നില്ല, പക്ഷേ അവളെയും കൂടി എന്നിൽ നിന്ന് അടുപ്പിക്കാൻ ശ്രമിച്ചില്ലേ. വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാകും മുൾക്ക് എന്ന് പറയുന്നു. എന്തായാലും നല്ല കുട്ടിയാണ്, വിവേകിനെ അവൾ നല്ല പോലെ ചങ്കലക്കിട്ടോളൂ എന്ന് പറയുന്നു. എന്തായാലും 6 മാസത്തെ സമയമല്ലേ, അവൾ ഇന്ന് വൈകുന്നേരം വന്ന് പറയട്ടെ കാര്യങ്ങളെല്ലാം തന്നെ എന്ന രീതിയിലൊരു സംസാരിക്കുന്നു. പിന്നീടാണെങ്കിലോ റോഡ് സൈഡിൽ നമ്മുടെ വർഷ ഒരാളെ കാണുന്നുണ്ട്. മറ്റാരെയല്ല, ശ്രീനാഥിനെ തന്നെ. ശ്രീനാഥിൽ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ട് മുന്നിൽ ശ്രീ പെടുന്നുണ്ട് കേട്ടോ. ശ്രീയേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേനും മൈൻഡ് ചെയ്യാതെ ശ്രീ പോകുന്നുണ്ട്. കാരണം വർഷയുടെ മുന്നിൽ ഒരിക്കലും വന്ന് പെടരുതെന്നാണ് ശ്രീയുടെ ആഗ്രഹം. പക്ഷേ
പെട്ടെന്ന് ആ ഒരു നിമിഷം വന്നെത്തുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രീയേട്ടാന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു ബൈക്കുകാരൻ വന്നിട്ട് വർഷയെ ഇടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയുടെ ബോധം പോയിട്ട് വീഴുന്നു. ഇത് കണ്ട ശ്രീക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. ശ്രീ ഓടി വന്നിട്ട് വർഷയെ പൊക്കിയെടുക്കുന്നുണ്ട്. അയാളെ ചീത്തയും പറയുന്നുണ്ട് ആ ബൈക്കുകാരനെ. കണ്ണില്ലടോ എന്താടോ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് തൻ്റെ വർഷയെ സ്നേഹത്തോടു കൂടി തന്നെ ആ പാവം ശ്രീ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീ ആണെങ്കിലോ വേഗം തന്നെ അബിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അബി ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കാരണം വർഷ എന്നെ കണ്ടു, പെട്ടെന്ന് അവൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, എന്താ പറ്റിയെന്ന് അറിയില്ല, അപ്പോൾ നല്ല ഇഞ്ചുറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഇപ്പോൾ അവൾക്ക് ബോധം വന്നിട്ടുണ്ട്, പക്ഷേ സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അവൾ എന്നെ കണ്ട പ്രശ്നമല്ലേ, അപ്പോൾ പിന്നെ നീ ഒന്ന് വേഗം വായോ എന്ന് പറയുന്നു. ശ്രീയേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ വിവേകേട്ടനോട് പറയാം, ഞാൻ അവിടെ ഇപ്പം തന്നെ എത്താം, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ശ്രീയേട്ടൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു. പെട്ടെന്ന് വിവേകിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ വർഷയ്ക്ക് ബോധം വരുമ്പോൾ ശ്രീയേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി ബോധം വന്നപ്പോൾ മുതൽ ശ്രീനാഥിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, ആരാണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീയോ, അത് പിന്നെ എന്തായാലും ചിലപ്പോൾ ഇവൾക്ക് പിന്നെ ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോഴും ശ്രീനാഥ് എന്ന പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അഭി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും BP ഒക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അറിയാലോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ അപ്പോൾ ഓരോ ഓട്ടോ ഡ്രൈവർ വരുന്നുണ്ട്. ചേട്ടാ എന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നത് ശ്രീയേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണെന്ന് എനിക്കറിയില്ല, കുട്ടിയെ ആ ബൈക്കുകാരനാണ് വണ്ടിയിൽ കയറ്റി തന്നത്, അതായത് ആക്സിഡൻറ്റ് ആയ സമയത്ത്, അല്ലാതെ വേറെ ആരും അല്ല എന്ന് പറയുന്നുണ്ട്. അല്ല അതൊക്കെ എനിക്കറിയില്ല, എന്നെ ആരെങ്ങോട്ട് കൊണ്ടുവന്നതെന്നും, പക്ഷേ ശ്രീയേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ എടുത്തത് ശ്രീയേട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുട്ടിയൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ശ്രീനാഥ് പറഞ്ഞിട്ടുണ്ടാവും അയാളുടെ പേര് അവിടെ പറയരുതെന്നുള്ളത്. ആ സമയത്ത് വീണ്ടും വർഷയാണെങ്കിലോ ആകെ ശ്രീയേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് ശ്രീയേട്ടനെ കാണുന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ അപ്പി പറയുന്നുണ്ട്, ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് പോയി വാങ്ങിച്ചോട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. പിന്നെ വിവേകിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീയേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് വിവേകൻ, ഞാൻ നേരിട്ട് കണ്ടതാണ്, അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിവേകിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇവളുടെ മനസ്സിൻ്റെ വിഭ്രാന്തി മൂലം മനസ്സിലാക്കിയതാണോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അഭിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ടുണ്ട്. അങ്ങനെ ശ്രീയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ശ്രീ, ഒരു കാര്യമുണ്ട്, കാരണം വർഷ ശ്രീയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്രീയെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് വർഷ. അവൾക്ക് മനസ്സിലായി, അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സ്വപ്നം പോലെയല്ല ശ്രീ വന്നിരിക്കുന്നത്, നേരിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ടെൻഷനായിട്ട് അവളാകെ പ്രശ്നമായിട്ട് നിൽക്കുവാണ്. എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല. ശ്രീ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. വിവേകേട്ടനാണെങ്കിലോ ഇതൊക്കെ ഒരു സ്വപ്നമാണ്, തൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്നൊക്കെ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവളത് അത് മനസ്സിലാക്കുമോ എന്നൊന്നും അറിയില്ല. എന്നാലും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല എന്ന രീതിയിൽ ടെൻഷനായിട്ട് തന്നെ അഭി ഫോൺ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇനി ശ്രീനാഥ് വർഷയുടെ മുന്നിൽ നേരിട്ട് തന്നെ എത്തുമായിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ അവളോട് പറയുമായിരിക്കും തോന്നുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.